പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശനിയാഴ്ച നമ്മുടെ പോട്ട ആശ്രമത്തിലെ ഇന്ന് ശുശ്രൂഷയ്ക്ക് പോവാണ്. ഒരു 11:45 കൂടി അവിടെ ഒരു 1:15 വരെയുള്ള സമയത്തുള്ളൊരു ശുശ്രൂഷയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭ, നമുക്കറിയാം പൗരസ്ത്യ സഭകളിൽ, പാശ്ചാത്യ പൗരസ്ത്യ സഭ 24, കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. അതിൽ പൗരസ്ത്യ സഭകളിൽ 23 സഭകളിൽ ഏറ്റവും നമ്പർ വൈസ് ഒന്നാമത് അറിയാം നമുക്ക്. നമ്പർ വൈസിൽ ഉക്രൈൻ സഭയാണ് ഒന്നാമത്, രണ്ടാമത് സിറോ മലബാർ സഭയാണ്. അതിൽ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സഭയാണ് സിറോ മലബാർ. അത് ദൈവവിളിയുടെ കാര്യത്തിൽ, പൗരോഹിത്യത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക്, കുടുംബ പ്രാർത്ഥന, മാരേജ്, കുടുംബം, അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സഭയാണ് നമ്മുടെ സിറോ മലബാർ സഭ. ഹല്ലേലൂയ. അപ്പോൾ ലാറ്റിൻ സഭകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എത്രയോ വൈദികരും സിസ്റ്റേഴ്സാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ സഭ ഇത്രയും വൈബ്രൻ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് ഒരു പ്രധാന കാരണം നവീകരണ ശുശ്രൂഷകൾ ഈ സഭ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചെന്നതാണ്. പ്രത്യേകിച്ച് അതിൽ കേരള സഭയെ ശരിക്കും ചലിപ്പിക്കുന്നതിൽ പോട്ട ഡിവൈൻ ആശ്രമങ്ങൾക്കുള്ള പങ്ക് ഞാൻ പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഇതിൻ്റെ പൈനേഴ്സായിരുന്ന നമ്മുടെ കേരളത്തിലെ നായ്ക്കാമ്പറമ്പിലച്ചൻ അല്ലെ പനക്കിലച്ചൻ, അവരൊക്കെ ശരിക്ക് അതുപോലെ ഇന്ന് കാണുന്ന ഒരു സ്വീകാര്യതയൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അച്ഛന്മാർ അതിശക്തമായിട്ട്, അതിൻ്റെ പുറകിൽ ശക്തമായിട്ടുള്ളൊരു ശുശ്രൂഷകരെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് വലിയൊരു അനുഗ്രഹമായി കേരള സഭയിലെ അത് ഒരു വലിയൊരു അനുഗ്രഹം നൽകി എന്നതിൽ യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോഷുവയുടെ പുസ്തകം 7:13. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലെ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതായത് ഇസ്രായേല് ആയി പട്ടണം, അതായത് വളരെ ദുർബലരായൊരു പട്ടണമാണ്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്നുണ്ട് ജോഷുവയുടെ പുസ്തകത്തിൽ ജെറീക്കോ എന്ന അതിശക്തന്മാരെ തോൽപ്പിച്ച ഇസ്രായേൽ. എന്നാൽ ആയി പട്ടണ നിവാസികളുടെ മുൻപിൽ അവർ തോറ്റു തുന്നം പാടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും അവരുടെ ലീഡറായിരുന്ന ജോഷുവ ചോദിക്കുകയാണ്, ദൈവമേ, ഇത്രയും വലിയ ശക്തരായ ജെറീക്കോയെ തോൽപ്പിക്കാൻ പറ്റി, എന്നാൽ ഒന്നുമല്ലാത്ത ആയി നിവാസികളുടെ മുൻപിൽ ഞങ്ങളെ തോൽക്കാൻ കാരണം എന്താണ്? അതിന് ദൈവമായ കർത്താവ് നൽകുന്ന മറുപടിയാണ്, ഇസ്രായേലിൻ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അതെടുത്ത് മാറ്റുന്നത് വരെ നീ ഗതി പിടിക്കില്ല. അതായത് കൂടെ കൂട്ടാൻ പാടില്ലാത്ത, അത് അഹങ്കാരമായിട്ടും അശുദ്ധിയായിട്ടും നമ്മുടെ വെറുപ്പായിട്ടും അല്ലെങ്കിൽ വിഗ്രഹാരാധനയായിട്ടും ആത്മീയ ജീവിതത്തിൽ മന്നോഷണതയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ കുറേ സാധനങ്ങൾ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇത് മാറ്റാത്തിടത്തോളം കാലം പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു 60 വയസ്സ്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു അമ്മച്ചി, ഞങ്ങളിങ്ങനെ ഈ ദൈവാനുഭവത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, അമ്മച്ചി, അതായത് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മോളുടെ കല്യാണം നടത്തി, അല്ലെങ്കിൽ രോഗം മാറി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇടപെട്ടു, ഇതൊക്കെ ശരിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛൻ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഞാൻ ഈശോയെ എന്ന് പറഞ്ഞപ്പോൾ ഈശോ എൻ്റെ ഉള്ളിലേക്ക് വന്നു വെച്ചാൽ ഈശോയുടെ സാന്നിധ്യം എനിക്ക് അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാനും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ യേശു അനുഭവം അങ്ങനെ പങ്കുവെക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടും ഇല്ല അച്ഛൻ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശക്തമായിട്ടുള്ള, യേശു ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ടച്ച് കിട്ടില്ലേ. ഈ ഒരു അനുഭവം ഈശോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നതല്ലാതെ ഈശോ നമ്മുടെ കൂടെയുള്ള ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.